അതിനൊരു പുതുമയുണ്ട്. കളിവീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ ഒരു നോക്കു കാണുവാനിൻ ആത്മാവു തേങ്ങുന്നല്ലോ തഴുകുന്ന തിരമാലകളെ ചിരിക്കുന്ന പൂക്കളെ തഴുകുന്ന തിരമാലകളെ ചിരിക്കുന്ന പൂക്കളെ അറിയില്ല നിങ്ങൾക്കെന്തേ അടങ്ങാത്ത ജന്മദുഃഖം. ഇതിന് വേറെ പാട്ടുകൾക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ അനുപല്ലവി തൊട്ട് മുമ്പെയാണ് ഹമ്മിങ് വരുന്നത്. സാധാരണ എപ്പോഴും പാട്ടിൻ്റെ തുടക്കത്തിലാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ വികാരത്തിൻ്റെ ഒരു വേലിയേറ്റത്തിന് വേണ്ടി ഞാൻ ഹമ്മിങ്ങിൻ്റെ തൊട്ടാണ് വെച്ചത്. അത് പാടിയാണ് അതേപോലെ അത് കഴിഞ്ഞിട്ട് ഞാൻ യാത്രയായി എന്നുള്ള പാട്ട്, ശരിക്കത് ഭാഗവതത്തിൽ ഈ ശീർഷകനും വ്യാസനും വേദവ്യാസൻ്റെ മകനാണല്ലോ ശീർഷകൻ. അപ്പോൾ ഭാഗവതത്തിലൊരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം ഞാൻ കൂടുതൽ പഠിക്കാനിടയായത് ഗുരുസാഗർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഒ വി വിജയൻ്റെ അത് പ്രൂഫ് വായിക്കച്ച ഞാനാണ് വൈശാഖ് സാറിൻ്റെയൊക്കെ കഥകൾ ഞാൻ പ്രൂഫ് വായിച്ചിട്ടുണ്ട് മാതൃഭൂമിയിൽ. അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവരായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ട്. അപ്പോൾ അതിൽ ഈ ഗുരുസാഗരത്തിൽ പറയുന്നുണ്ട്, പിന്നെ എം പ്രകൃതിന്തം അനുവേദം അഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആദിഭാവാണ്. അപ്പോൾ വിരഹകാതര മോനെ എന്ന് വിളിച്ചു പോയതാണ്. എല്ലാം അറിയുന്ന വ്യാസൻ ഒരു കുട്ടി വീട് വിട്ട് ഇറങ്ങി പോകുമ്പോൾ മോനെ എന്ന് വിളിച്ചു പോയി. അപ്പോൾ ആ കുട്ടിയല്ല തിരിച്ച് സംസാരിച്ചത് ഇലകളായിരുന്നു. അതാണ് ആ ഓർമ്മയിലാണ് ഞാൻ വാസ്തവം ഈ പാട്ടുണ്ടാക്കിയത്. യാത്രയായിരുന്നല്ലോ പാട്ട്. ഒന്ന് പാടിയ മോളെ. അനുവദിക്കൂ. ഇതും അതുപോലെ എൻ്റെ ഭാര്യയെ ഞാൻ കേൾപ്പിച്ചു. അവിടെ നല്ലൊരു ശ്രോതാവാണ്. അവിടെ ഹൃദയപൂർവ്വം എന്നെ വിളിച്ചു അടുക്കളയിൽ നിന്ന്. ഗംഭീരമായിട്ടുണ്ട് പറഞ്ഞു. അതിന് ചരണം കൂടി എഴുതി ഞാൻ അവിടെ വീണ്ടും കേൾപ്പിച്ചിട്ട് ഞാനത് പിന്നെ സ്റ്റുഡിയോയിൽ കൊടുത്തു. ഒരേ ദിവസമാണ് 3 പാട്ടുകൾ റെക്കോർഡ് ചെയ്തത്. ട്രാക്ക് നാവാമുകുന്ദഹരെ അതും മഞ്ജും എൻ്റെ മോനും കൂടി കുഞ്ഞു മോനും കൂടി പാടിയത്. ഇപ്പം 45 വയസ്സായി, 43 വയസ്സായി. അവന് 10 വയസ്സുള്ളൂ അന്ന്, അതായത് 33 കൊല്ലം മുമ്പ്. അന്ന് മഞ്ജുവിനും ഇതുപോലെ ചെറിയ കുട്ടിയാണ്. ഡിഗ്രി പഠിക്കുന്നത് ഇവിടെ ചിറ്റൂർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒക്കെ ചെറിയ കുട്ടികളാണ്. ഇവരൊന്നും ഞാൻ പരീക്ഷണത്തിന് വേണ്ടി പാടിച്ചതാണ്. ഇന്നിപ്പോൾ അതൊന്നും ഇല്ലല്ലോ. കേരളത്തില് കോഴിക്കോട് കംപ്ലീറ്റ് വർക്ക് നടന്നിട്ടുള്ള ആദ്യത്തെ മലയാള ഫിലിം എൻ്റെ ഈ ദേശാടനം. അവിടുത്തെ കലാകാരന്മാർ മുഴുവൻ ജനം അംഗീകരിക്കുകയും ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് പാട്ട് ഞാൻ മദ്രാസിൽ കൊണ്ടുപോയി ദാസേട്ടനെ കൊണ്ട് പഠിക്കുകയും ചെയ്തു. അതാണ് ഇത്. ഈ